UDF അധികാരത്തിൽ വരും എന്നതാണ് ഇപ്പോൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. UDF അധികാരത്തിൽ വന്നാൽ എത്ര സീറ്റിൽ അധികാരത്തിൽ വരും എന്നുള്ളതിനനുസരിച്ചായിരിക്കും മുഖ്യമന്ത്രി തീരുമാനിക്കപ്പെടുക എന്നൊരു ചർച്ച ഇപ്പോൾ കരക്കമ്പിയായി കറങ്ങുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക്? വളരെ സിമ്പിളാണ് അതിൻ്റെ ലോജിക്ക്. ലോജിക്ക് എന്ന് പറയുന്നത് 70 സീറ്റിൽ കൂടുതൽ കിട്ടിയാൽ, 71 സീറ്റ് കിട്ടിയാൽ ഭരിക്കാൻ പറ്റും. ഒരു 75 സീറ്റ് കിട്ടിയാൽ മര്യാദയ്ക്ക് ഭരിക്കാം. പക്ഷേ 71 സീറ്റൊക്കെ ആയിപ്പോയാൽ ഉമ്മൻചാണ്ടി ഭരിച്ചതുപോലെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഭയങ്കര ടെൻഷൻ വരും. ഘടകകക്ഷികളുടെ ടെൻഷൻ, സ്വന്തം പാർട്ടിക്കാരുടെ ടെൻഷൻ, വലിയ ടെൻഷൻ വരും. എന്നാൽ ഉമ്മൻചാണ്ടി അത് മെയ്വഴക്കം കൊണ്ട് കൊണ്ടുപോയി. അപ്പോൾ ഒരു 75 സീറ്റിനകത്താണെങ്കിൽ എന്ത് സംഭവിക്കും? 90 സീറ്റിനകത്താണെങ്കിൽ എന്ത് സംഭവിക്കും? 90-ന് മുകളിൽ പോയാൽ എന്ത് സംഭവിക്കും? 90-ന് മുകളിൽ പോകാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം 94 സീറ്റ് മനോരമയുടെ പിന്നെ CTV പിന്നെ സർവേയിൽ പറയുന്നുണ്ട്. അവിടെ 94ലേക്ക് പോകില്ല എന്ന് പറയാനും പറ്റില്ല. ഏതെങ്കിലുമൊക്കെ സാധ്യതകൾ കറക്റ്റായിട്ട് വരണമെങ്കിൽ 94-ലും പോകാമല്ലോ. അങ്ങനെ 94ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 94ലേക്കൊക്കെ പോയാൽ KC വേണുഗോപാൽ അവിടെ നിന്ന് ഉടുപ്പോടിച്ച് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അബ്സല്യൂട്ട് മെജോറിറ്റി വരും, നല്ല മെജോറിറ്റി വരും. മാത്രമല്ല KCയുടെ ആളുകൾ ഒരുപാട് ജയിച്ച് കയറിയാലേ 90 സീറ്റിലേക്ക് വരാൻ കഴിയുള്ളൂ. കാരണം കൂടുതലും നിർത്തിയിരിക്കുന്നത് KCയുടെ ആളുകളാണ്. അപ്പോൾ ഒരുപാട് പേര് ജയിച്ച് വന്നു കഴിഞ്ഞാൽ KCയുടെ ആളുകൾ ബഹളം ഉണ്ടാക്കും. KC ഒരു സുധാകരനൊക്കെ എടുത്ത് ചാടും. സ്വാഭാവികമായിട്ട് KC ഇവിടെ ഇറങ്ങും. ഏകദേശം 75-80 വയ്ക്കുക സീറ്റ്. അങ്ങനെയാണെങ്കിൽ നല്ല മെയ്വഴക്കമുള്ള ഒരാളിന് മാത്രമേ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു ഭരണം കൊണ്ടുപോകണമല്ലോ. അതിനുള്ള ഒരു സാധ്യത രമേശ് ചെന്നിത്തല പിടിച്ചാലും അത്ഭുതമില്ല. 80 സീറ്റ് 90-നും ഇടയ്ക്കാണ് സീറ്റെങ്കിൽ നല്ല ഒരു സേഫ് സോണാണ്. 80-നും 90-നും ഇടയ്ക്കാണെങ്കിൽ 81, 82, 85 അങ്ങനെ 80-നും 90-നും ഇടയ്ക്കാണെങ്കിൽ VD സതീശൻ വരും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റ് ചില കാര്യങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഒന്ന്, മുസ്ലിം ലീഗ് വളരെ കൃത്യമായി ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു VD സതീശനാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. ഇന്നലെ അവിടുത്തെ തങ്ങൾ ഇന്നലെ ബൈറ്റ് കൊടുക്കുമ്പോൾ ചാനലുകാരുടെ എക്സിറ്റ് പോളിൽ സതീശൻ്റെ പേര് വന്നു എന്ന് ആരോ പറഞ്ഞു. അങ്ങനെ വന്നോ? അപ്പോൾ സതീശൻ തന്നെയല്ലേ ആകേണ്ടത്? ഒരു പൊതുജനാഭിപ്രായം സതീശന് വേണം എന്നും ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നലെ പാണക്കാട് ചേർന്നിരുന്നു. അവിടെ വച്ചും അവർ അനൗപചാരികമായി എടുത്തിരിക്കുന്നൊരു തീരുമാനം കോൺഗ്രസിനെ സമ്മർദ്ദപ്പെടുത്തണം VD സതീശന് വേണ്ടി എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ VD സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് VD സതീശന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് VD സതീശൻ പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് KSU സ്ഥാനം, യൂത്ത് കോൺഗ്രസ് സ്ഥാനം, നേരത്തെ മന്ത്രിസ്ഥാനം, അങ്ങനെ പല സാധനങ്ങളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവായപ്പോൾ ഇതെല്ലാം പേച്ചപ്പ് ചെയ്തു. പക്ഷേ വീണ്ടും മുഖ്യമന്ത്രിയായി ഉള്ളൊരു ചാൻസ് വരുമ്പോൾ, UDFനൊരു ചാൻസ് വരുമ്പോൾ വീണ്ടും കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം അത് രമേശ് ചെന്നിത്തലയ്ക്ക് പോകുമോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. 72, 73, 74, 75 സീറ്റിനകത്താണെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡും രമേശ് ചെന്നിത്തലയുടെ പേര് പറയാനാണ് സാധ്യത. 80 സീറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് VD സതീശനിൽ പിടിക്കും. 90-ൽ മുകളിൽ പോവുകയാണെങ്കിൽ KC ചേട്ടൻ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു വിശകലന രീതി. ഇതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം കോൺഗ്രസ് വന്നതിന് ശേഷം UDF അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ പാർലമെൻ്ററി പാർട്ടി കൂടി MLA-മാരുടെ ഒപ്പീനിയൻ എടുത്ത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ. പക്ഷേ ആ പ്രൊസീജിയർ നടക്കുമ്പോൾ ഞാനീ പറഞ്ഞ 3 സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനാകില്ല. ലീഗിൻ്റെ അതിശക്തമായ സമ്മർദ്ദമുണ്ടാകും. കേരള കോൺഗ്രസ്സുകാരുടെ ഘടകകക്ഷികളുടെ, ലീഗിൻ്റെ എന്ന് പറയേണ്ട, ഘടകകക്ഷികളുടെ നല്ല സമ്മർദ്ദമുണ്ടാകും. അതിൽ കുറച്ച് പേരെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട്, കുറച്ച് പേർ സതീശന് വേണ്ടി വാദിക്കുന്നവരുണ്ട്, VD സതീശന് വേണ്ടി. വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ സീറ്റ് പാറ്റേൺ 80 മുതൽ 75 മുതൽ 70 മുതൽ 71 മുതൽ 75 വരെ പിടിച്ചാൽ രമേശ് ചെന്നിത്തല, 80-ന് മുകളിൽ 90 വരെ പിടിച്ചാൽ VD സതീശൻ, 90-ന് മുകളിൽ പിടിച്ചാൽ KC വേണുഗോപാൽ. ഈ ഒരു പാറ്റേൺ, ഈ ഒരു പൊസിഷൻ, റേഷ്യോ വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതേസമയം നൂലിൽ കെട്ടി ഇറക്കി ആരെയും വേണ്ട എന്നൊരഭിപ്രായവും KCയെ ഉന്നം വെച്ചുകൊണ്ട് ലീഗ് അടിച്ചിട്ടുണ്ട്. ആരെയും ഇനിയിപ്പോൾ നൂലിൽ നിന്ന് കെട്ടിയിറക്കണ്ട, ഇവിടെ തന്നെ ജയിച്ചല്ലോ,
ആളുകൾ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? ഇനി മറ്റൊരു തമാശയുണ്ട്, വി ഡി സതീശൻ ജയിച്ചു വരണം, രമേശ് ചെന്നിത്തല ജയിച്ചു വരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കെ.സി. വേണേൽ ജയിച്ചു വരണ്ട, അദ്ദേഹം വന്ന് മുഖ്യമന്ത്രിയായതിനു ശേഷം വേറെ എവിടെയെങ്കിലും പോയി നിന്ന് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലത്ത് ചെന്ന് ജയിച്ചാൽ മതി. പക്ഷേ അതേസമയം ഇവർ രണ്ടുപേരും കൃത്യമായി വരും. കാരണം 50% കൂടുതൽ വോട്ട് കിട്ടി ഈ രമേശ് ചെന്നിത്തല വരും എന്നുള്ളതാണ് പല എക്സിറ്റ് പോളുകളും പറയുന്നത്. 50% വോട്ട് പിടിച്ച് രമേശ് ചെന്നിത്തല വരുമെന്നുള്ളത്. കാരണം ഇപ്രാവശ്യം രമേശ് ചെന്നിത്തല വന്നാൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ധനകാര്യ വകുപ്പ് മന്ത്രിയോ റവന്യൂ മന്ത്രിയോ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല ജയിക്കാനുള്ള എല്ലാ സാധ്യതയും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വി ഡി സതീശനും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. പ്രോബബിളി അല്ലെങ്കിൽ BJPയും CPMും കൂടി കൈ കോർക്കണം. അങ്ങനെ കൈ കോർത്താൽ വി ഡി സതീശന് ഒരു പ്രശ്നം വരാം. പക്ഷേ അങ്ങനെ കൈ കോർത്താലും രമേശ് ചെന്നിത്തല ഹരിപ്പാട് വലിയ വിഷയം സാധ്യതയില്ല. ഹരിപ്പാട് ആരിന് കൈ കോർത്താലും അത് രമേശ് ചെന്നിത്തല ജയിക്കാനാണ് ഒരു സാധ്യത അവിടെ കാണുന്നത്. ഇനി ഇവരിൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രാഷ്ട്രീയമായി പാര വെച്ച് ആരെങ്കിലുമൊക്കെ തോറ്റുപോയെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ രണ്ട് കൂട്ടരും ജയിക്കും. രണ്ടും ജയിച്ചാൽ അവർ രണ്ടും തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പടിച്ച് നിൽക്കുന്നത്. പക്ഷേ രണ്ടിൽ സതീശനാണ് ഇപ്പോൾ ഒരു ദിവസം കഴിയുന്തോറും 4ലേക്ക് നീങ്ങുന്തോറും ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടായി വരുന്നതും ഘടകകക്ഷികളുടെ ഒപ്പീനിയൻ ഉണ്ടായി വരുന്നതും വി ഡി സതീശന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നാമമാത്രമായ ഒരു കേവല ഭൂരിപക്ഷം മാത്രമേ കിട്ടുകയുള്ളൂ എങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും ഷർട്ടടിക്കാം.